പൊഴിയും സംഗമിക്കുന്ന സ്ഥലം. ഫുള്ള് വ്യൂ എടുക്കാൻ വേണ്ടി അൾട്രാ വൈഡ് കിട്ടാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും ഷിനാട്ടിനും കൂടിയിട്ട് ധർമ്മടം തുരുത്ത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെവിടെ പോകുന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അന്ന് തുരുത്ത് കാണാൻ വേണ്ടി പോകാമെന്നുള്ള, പണ്ട് എപ്പോഴോ പോയിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതിനൊരു എൻഡ് ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ബോട്ടിങ്ങോ? എൻ്റെ പൊന്ന്, ഞാനിപ്പോൾ താഴെ എത്തും. ബോട്ടിങ് പോകുന്നില്ല, ചുമ്മാ അടം വരെ പോവുള്ളൂ. ഒരു മിനിറ്റ്, ഇല്ലില്ല, ഓൺലൈനിലത് ഞാൻ ജസ്റ്റ് ഫുള്ള് വ്യൂ എടുക്കാൻ വേണ്ടി അൾട്രാ വൈഡ് കിട്ടാണ്. സംഭവം കൊള്ളാട്ടോ. നോക്കിയിട്ട് മീനുകൾ ഒന്ന് അങ്ങോട്ട് നാട്. ഇനി 2 ഫോട്ടോ എടുക്കാനേ. ആ പിള്ളേരൊന്നും വേണ്ട. ഇനി ഇപ്പുറം വന്നിട്ട് എടുക്കാം ഫോട്ടോ. ഓക്കെ, ആൾക്കാരവിടെ നിന്ന് മുങ്ങുന്നുണ്ട. അത് അവരെന്ത് പേടിക്കുകയാണ്, മറ്റേ കക്കയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വാലുകുലുക്കി പക്ഷിയല്ലേ? യെസ്, ഇതിന് ഇവിടെയാണ് കാണുന്നല്ലേ. അതുകൊണ്ട് നമ്മളവിടെയൊക്കെ കാണുന്ന പക്ഷികൾ നമ്മളെ നാട്ടിൽ കുറയല്ലേ ഇതിനെ കണ്ടിട്ട്. ഇവിടെ നോക്കിയിട്ട് മറ്റേ ഫ്ലവർ ഷോ വരുന്നില്ലേ, അതിൻ്റെ ഇതാണ് ഇത്. ഈ ഫേസും ഒരു ചെറിയൊരു മാച്ച് ഉണ്ട്. സോ ഗൈസ്, എൻ്റെ ഹെയറൊക്കെ ഒരുമാതിരി ഇരിക്കും, കാരണം നല്ല ചൂടാണ്. മുഖത്ത് പുച്ഛഭാവം ഞാൻ അങ്ങോട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ധർമ്മടം തുരുത്തിൽ വന്നിരിക്കുകയാണ്. അയ്യോ, ഞാനാരാണോ പറയുന്നത്? ഗൈസ്, ഇവിടെ കംപ്ലീറ്റ് ലവേഴ്സാണ്. അടിപൊളിയല്ലേ? ഇത് കൊള്ളാട്ടോ, പക്ഷെ ആരും ഇറങ്ങുന്നില്ലാന്ന് തോന്നുന്നു. കുറേ കുട്ടികളുണ്ട് കേട്ടോ, നിറച്ചും മീൻകുട്ടികളും. സോ ആക്ച്വലി ഇതൊന്ന് കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല ചൂട്. വെയിലിൻ്റെ ചൂട് കൊണ്ട് ഒട്ടും കണ്ണ് പോലും കാണുന്നില്ല. കണ്ണിങ്ങനെ പിടിച്ച് നോക്കണം എവിടെയാണ് എന്താണ്. സോ ഗൈസ്, ഇവിടെ കണ്ടോ കുറേ സാധനങ്ങൾ. ഇതെന്താ സാധനം എന്നറിയാമോ? ഇതിൻ്റെ ഉള്ളിലൊരു ജീവി ഇരിപ്പുണ്ട്, ഒരു ഷെല്ല് പോലെയൊക്കെയുള്ള ഒരു ഞണ്ടിനെ പോലത്തെ. ഞണ്ടിനാണോ എന്നൊരു ഡൗട്ടാണ്, എന്നാലും എൻ്റെ ഒരു ഓർമ്മയിൽ പറയാം, ഞണ്ടിനെ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ഫുഡ് എടുക്കുക ഈ പൂഴിയിൽ നിന്നാണ്. അപ്പോൾ കഴിച്ച പൂഴി തന്നെ വീണ്ടും വീണ്ടും കഴിക്കാതിരിക്കാൻ നോക്കിയിട്ടാണ്, അതിൻ്റെ ഉള്ളിൽ വേംസ് ഉണ്ടോ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ മണ്ണ് റൗണ്ട് ചെയ്ത് വെക്കും. എവിടെ പോയി ഇങ്ങനെ ഉരുട്ടി റൗണ്ടാക്കിയിട്ട്, അതാണ് ഈ കാണുന്നത്. മനസ്സിലായോ കുട്ടിക്ക്? ഇത് രസമുണ്ടല്ലേ. ഇത് ശരിക്കും ബീച്ചല്ലേ? നോക്ക്, ഇത് ബീച്ച്, അത് പുഴയല്ലേ? സോ ഇതാണ് ബീച്ചും പുഴയും സംഗമിക്കുന്ന സ്ഥലം. അപ്പം ഈ കാണുന്ന പുഴയാട്ടോ വരിക, അതാണ് അവിടത്തേക്ക് തിരയില്ലാത്തത്. ഇവിടെ തിരയുള്ളത് നല്ലതല്ലേ, നല്ല പൊരിഞ്ഞ വെയിലും. ഏത് ഏതേതാ? അതാ, ആ അതെന്നാ ഞാനെടുക്കും.
ഇവളാരുവാ? ഇത് ഓറതാണ്, നമ്മൾ ഓറെടുത്തിട്ട് വന്നത്. അത് അവശിഷ്ടങ്ങളാണ്. അവിടെ കാണുന്നുണ്ടോ? പണ്ടത്തെ കപ്പൽ അങ്ങനത്തെ അവശിഷ്ടങ്ങളാണ്. ശരിക്കും ഉള്ളതാണോ? ഉള്ളതാ തോന്നുന്നു. പണ്ടൊരു കപ്പൽ ഇവിടെ വന്നേനെയാണ്. ഇത് കയാക്കിങ്ങിനല്ലേ? നമ്മൾ അവിടെ അല്ലല്ലോ പോന്ന്, ഇതിന്റെ അകത്തല്ലേ? ഇവിടെ അവിടെ ആ എങ്ങനെ എൻ്റെ വരെ അവിടെ കുറച്ച് അടുത്ത് കാണാം. അത് കിട്ടുന്നുണ്ടോ? നിങ്ങൾ എടുത്തു നോക്കിയേ. എൻ്റെ കയ്യിൽ ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. ബ്രൈറ്റ് ഇതാ. അയ്യോ, അവലൊക്കെ കണ്ണു നോക്കൊന്നുമില്ല. ചത്ത് ചീന് അലിഞ്ഞ്. ഇതാ കിട്ടി ഞണ്ട്. ഇതാ എനിക്കുണ്ട്, ഫോക്കസ് ഉണ്ട് ഇടാ. ഇതാ ഈ ഞണ്ട് കണ്ടാ ഇവിടെ അവിടെ. ഇതാണ് ഈ ബോളാക്കിയത്. സോ ഗൈസ്, നമ്മളിതാ നടന്ന് ഇവിടെ എത്തി. പക്ഷെ തുരുത്ത് ഇനിയും കണ്ടില്ല കേട്ടോ. തുരുത്ത് ഏതാ? പക്ഷെ അതിന് അവിടെ ആരും പോവില്ലല്ലോ. അവിടെ അല്ലേ നമ്മള് പോണ്ടേ? അവിടെ പോവൂല, അത് കാണാനേ പറ്റത്തുള്ളൂ. നമുക്ക് അവിടെ ആക്സസ് ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ തുരുത്ത്. സോ ഗൈസ്, ഇതാണ് തുരുത്ത്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു നമ്മൾ പണ്ട് 10th പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കാട് പോലത്തെ സ്ഥലത്തൊക്കെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഭയങ്കര ടീച്ചേഴ്സ് എല്ലാവരും സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഭവം എന്ന് വിചാരിച്ചത്. കുറേ മുന്നേ വന്നതാണ് ഞാൻ. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് അതാണ് തുരുത്ത്. എന്തൊക്കെയോ എനിക്കറിയത്തില്ല. നമുക്കൊന്ന് അവിടെ പോവാം. ഞാൻ ഇതൊന്ന് ഇതാണ് എന്റെ കാലിന്റെ അടയാളം. അവിടുത്തെ കാലിന്റെ അടയാളം മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തോട്ടും വരും ഇവിടെ. കാലെഴുതുക, പോവാം. കടലിൽ പോയി കാല് കഴുകുന്ന വ്യക്തി. പോവാ, ദാഹിക്കുന്നു. എൻ്റെ എനർജി മൊത്തം ഈ സൂര്യൻ. സോ ഗൈസ്, നമ്മളിതാ ഇവിടുന്ന് പോവാൻ പോവാ. ഇനി അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. ഇനിയുണ്ട് അങ്ങോട്ട് കല്ലുണ്ട്. അതിന് ആ പാറേൻ്റെ പുറത്തൊന്നും കയറാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പോകേണ്ട നോക്കുക. എനിക്കാണെങ്കിൽ ഷൂ ഇട്ടിട്ട് ബീച്ചിലും ഇറങ്ങാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ലച്ചി. വീഡിയോ ചെയ്യാം. ചാണകം അല്ല, അത് പശുവാണ്, കുതിരയൊന്നും അല്ല. ആ പശുവാണ്. നല്ല അടി. അതും ഇത്ര ഡിസ്റ്റൻസിൽ വെച്ചതാ. എന്നിട്ട് ബാക്ക് എടുത്തതാ. മണ്ണ് വേണ്ട, ഇവിടെ എനിക്ക് മണ്ണൊന്നും കഴിയല്ല. ഇതാണ് ഫോട്ടോഷൂട്ട്. ഇതേ ഈ ഏരിയ ആണല്ലേ ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ. പശുവിനെ വെച്ചാണോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്? സോ ഗൈസ്, നമ്മളിതാ മണ്ടന്മാരായിട്ട് പാർക്കിൻ്റെ അകത്തുനിന്ന് പൈസ എടുത്തിട്ട് കയറി ബീച്ചിൽ പോയി. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടെ കയറിയിട്ട് പോകുന്നു. എന്തിനാണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് പോവാണ്. ഞാൻ നല്ല കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്. ടാനടിച്ച് അത്രക്കും വെയിലത്താണ് നിന്ന്. അപ്പോൾ ഇതിനുള്ള ഇനി എന്തെങ്കിലും ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.